വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് വീഡിയോസ് കൊണ്ടുവരാന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു വീഡിയോവും പുറത്തേക്ക് ഇറങ്ങാത്തൊരവസ്ഥയാണ് എൻ്റെ. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ ചൂടോടെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഒപ്പം ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഈ വീഡിയോ സക്സസ് ആവും ഇല്ലേന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. ഷോപ്പിംഗ് കൊളാപ്സ് ആയെങ്കിൽ ഞാൻ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, ഞാൻ അങ്ങനെ റാൻഡമായിട്ട് ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിക്കുന്ന ഒരാളല്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഒക്കേഷനിൽ മാത്രമേ, ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ, എനിക്ക് മീഷോയിൽ കണ്ട് ഇഷ്ടപ്പെട്ടു, ഫ്ലിപ്കാർട്ടിൽ ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഓർഡർ ചെയ്തു, വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് ഡ്രസ്സ് എടുക്കുന്ന ആളല്ല. നിങ്ങളെൻ്റെ വീഡിയോസിൽ തന്നെ കാണുമായിരിക്കും ഞാൻ എത്രത്തോളം ഔട്ട്ഫിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്കെന്തോ അതിനോട് ഇതുവരെ ഒരു ഡ്രസ്സ്, ബാഗ്, പണ്ടൊക്കെ എനിക്ക് ചെരുപ്പിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. എനിക്ക് 8-10 ചെരുപ്പുണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിനോടും ഒരു ഇതില്ല, വയസ്സായിപ്പോയി. അപ്പോൾ ഇപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2nd ആനിവേഴ്സറിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ ചെറിയൊരു സ്റ്റേക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ട്രിപ്പ് എന്നൊന്നും ഭയങ്കര വലിയ ട്രിപ്പല്ല, എന്നാലും ഒരു കുറേ ദിവസത്തെ ട്രിപ്പല്ല, എന്നാലും കുറച്ച് ദിവസത്തിനുള്ളൊരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യും. എന്തായാലും ഞാൻ വ്ളോഗ് എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാം ഷൂട്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും എന്നോട് ഡ്രസ്സ്, എൻ്റെ ചില ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഒരുപാട് ഔട്ട്ഫിറ്റ്സ് എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഡ്രസ്സ് എവിടുന്ന, ഇതിൻ്റെ ലിങ്ക്, അതിൻ്റെ ലിങ്ക്. എനിക്കങ്ങനെ, ഞാൻ ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആളല്ല. അതുകൊണ്ട് എനിക്ക് എവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാലും എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് വാങ്ങിക്കും. ഇപ്പം എനിക്ക് കറക്റ്റ് പ്ലാനിങ് ഉണ്ട് എനിക്ക് എന്താ വേണ്ടതെന്ന്. അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് ഇനി പ്രശ്നം. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഡ്രസ് ലിങ്ക് എന്നോട് ചോദിക്കണ്ടല്ലോ, ബിക്കോസ് ഞാൻ ജുഡിയോ, മാക്സ്, ലൈഫ് സ്റ്റൈൽ, അതുപോലെ ഏതെങ്കിലും ഒരു മോളിലേക്കായിരിക്കും ഞാൻ പോകുന്നത്. കാരണം അവിടെ നിന്നൊക്കെ കൂടെ റാൻഡമായിട്ട് ഒരു ഔട്ട്ഫിറ്റ്സ്, 3 ഔട്ട്ഫിറ്റ്സ് മേ ബി സെറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കം വിത്ത് മീ. നിങ്ങൾക്കും അപ്പോൾ അതുപോലെ അത് അവിടെ പോയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് വരാമല്ലോ അടുത്ത പ്രാവശ്യം. ഓക്കെ, ഈ വീഡിയോയിൽ ഒരു ബോണസ് ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ലേറ്റസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണിത്. ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് വീഡിയോയിൽ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാണിക്കാറില്ല. ഇത് ഓൾമോസ്റ്റ് തീർന്നു, പക്ഷെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുന്നുണ്ട്. ഇത് NYB എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഷെയ്ഡ് വന്നിട്ട് സ്നഗിൾ സീക്രട്ട് 15. ഐ ജസ്റ്റ് ലവ് ദ ഷെയ്ഡ്. എല്ലാ സ്കിൻ ടോണും മാച്ച് ആവുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം അത്ര ബ്രൈറ്റ് ഷെയ്ഡല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ബ്രൈറ്റ് ആവും. അമ്മേ, തുമ്മിയതാണ് കേട്ടോ. സൂപ്പർ അഫോർഡബിൾ ആണ്. 200 സംതിങ് എന്തോ ആണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. മാറ്റ് ഫിനിഷ് ആണ്. ഗ്ലോസി ലിപ്സ്റ്റിക് അല്ല, മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഒരു ജസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേനൊന്നും പോയില്ല, പക്ഷെ നമ്മൾ വായിക്കൊഴിവില്ലാതെ തിന്നുകൊണ്ടെന്നാ പോകും. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അങ്ങനെ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്, ബട്ട് ഇന്നെന്തോ ഒരു വൈബ്. ഇത്തിരി മേക്കപ്പ് ഒക്കെ ചെയ്യാം. ഇനി പാണ്ട് പോലെ എനിക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ സത്യം പറയാൻ എനിക്ക് അറിയില്ല. അതൊരു, ഞാൻ വെറുതെ വീഡിയോ ഒക്കെ കാണിക്കുമെങ്കിലും എനിക്ക് എപ്പം തോന്നാറുണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല എന്ന്. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കില്ല. നമ്മൾ ഷെയ്ഡിന് മാച്ചായ കറക്റ്റ് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വൃത്തി ഉണ്ടാവും. ഇറ്റ്സ് ഓൾ അബൌട്ട് നമുക്ക് എന്താ പറയാ, എൻ്റെ ട്രൗസർ ഞാൻ ഇട്ടാൽ മതി, നിന്റെ ട്രൗസർ നീ ഇടുന്ന് പറയുന്ന അവസ്ഥ. അവനാണ് ചേരുന്നത് ഇട്ടാ പ്രശ്നമില്ല. സോറി ഗൈസ്, മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. അപ്പോൾ വന്നു തോന്നുന്നു കേട്ടോ. കാറിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര മഴയാണ്. ഇപ്പോൾ മഴയൊന്ന് ചോർന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഭയങ്കര മഴയാണ്. അപ്പോൾ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോകുന്ന വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഹെയർ ഇങ്ങനെ ഇട്ടിട്ട് ഒരുമാതിരി ഉണ്ടാ, കുഴപ്പമില്ലല്ലോ. പൊട്ടനെ പോലെ ഉണ്ട് താടി, പൊട്ടനെ പോലെ ഉണ്ട് അപ്പൂതാ. നിന്നോട് അമ്മ അപ്പവും പറഞ്ഞില്ല അപ്പു, സത്യം മൊയന്തിനെ പോലെ ഉണ്ട്. താടി എടുക്കണ്ടേനു നിനക്ക്, അതാണ് ഒരു മാൻലി ലുക്ക്. ഏത് പെൺകുട്ടി? പൊട്ടനെ പോലെ ഇല്ലേ?
റെഡിയായി പുറത്തിറങ്ങിയപ്പോഴത്തേനും ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ കാറ് കയറിയപ്പോഴത്തേനും പകുതി മുക്കാലും നമ്മൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണിത്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്പേസ് ആട്ടോ ഇത്. ഈ റോഡ് പണീൻ്റെ ഭാഗമായിട്ട് മഴയൊക്കെ തുരന്നിട്ട് ഇങ്ങനെ റോഡിൽ ഫുള്ള് ചെളിവെള്ളം. ഈ റോഡ് എപ്പോഴാണോ ഇടിഞ്ഞു വീണ് പോകാമെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. അവിടെ കുറേ റിപ്പോർട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റിപ്പോർട്ടർ ചാനലിൻ്റെ ആൾക്കാരും അവരുടെ വണ്ടിയൊക്കെ നമ്മൾ കണ്ടു. അവരെന്തോ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കാരണം ഡോക്യുമെൻ്റ് ചെയ്യാൻ മാത്രം ഉണ്ട്. അതാണിപ്പോൾ ആ റോഡിൻ്റെ അവസ്ഥ. നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേനും മഴയില്ല. അങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കണ്ണൂർ എത്താനായി. കുറച്ച് സമയം നമ്മൾ വണ്ടി കയറുന്ന സമയത്തൊക്കെ പെരും മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ടൊന്നും വീഡിയോ ഒന്നും പിടിക്കാൻ പോയിട്ട് ഞാൻ തന്നെ ഫുള്ള് നനഞ്ഞിട്ട് തണുത്തിട്ട് വയ്യ. മൂക്കും അടഞ്ഞു പോയി. അത് കൂടെ ഇത് പിന്നെ വരുന്ന വഴിക്കും നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഞാൻ. ഫുള്ള് ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് റോഡ് മൊത്തം ഫുള്ള് ചെളി വെള്ളം. ഭയങ്കര വൃത്തികേടായിട്ടാണ് ഉണ്ടായത്. അത്രയും മഴയും. അപ്പൊ പിന്നെ നമ്മള് വീഡിയോ എടുത്ത് ഞാനൊന്നും പറയുന്നത് സംസാരിക്കുന്ന പോലെ കേൾക്കൂല. കാരണം കല്ല് വീഴുന്ന പോലെയായിരുന്നു കാറിന്റെ മുകളിൽ. അത്രയും സ്ട്രോങ് മഴ. ഇപ്പൊ നമ്മള് കണ്ണൂർ ഇവിടെ എത്താനായപ്പോഴത്തേനും ഇപ്പൊ മഴയൊന്നും ഇല്ലാണ്ടായി. മഴ മൂടിയിട്ടാണ്, പക്ഷെ മഴയില്ല. അപ്പൊ നമുക്കിപ്പോ എവിടെയാണ് പോണ്ടത് കറക്റ്റ് പ്ലാൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുഡിയോ ആണ് നമ്മളിപ്പോ വിചാരിക്കുന്നത്. സുഡിയോന്ന് കിട്ടുന്നത് എടുക്കും. പിന്നെ എനിക്കൊരു മാക്സിലൊന്ന് കയറണം എന്ന് ആഗ്രഹമുണ്ട്. മാക്സിൽ എനിക്ക് ഒരു ഡെനിംസ് ഒക്കെ ഞാൻ മാക്സിൽ നിന്നാണ് അധികം. അയ്യോ എങ്ങോട്ടാ കുത്തിക്കുന്നത്. ഡെനിംസ് എടുക്കുന്ന സമയത്ത് മാക്സിത്തെയാണ് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി തോന്നിയിട്ടുള്ളത് എനിക്ക്. സുഡിയോയിലെക്കാട്ടിലും ജീനൊക്കെ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ മാക്സ് ഓർ ട്രെൻഡ്സ് പിടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. സുഡിയോന്ന് ടോപ്പും പിന്നെ ഒരു ഉടുപ്പ് പോലത്തെ അങ്ങനെ കുറച്ച്. പിന്നെ നിനക്കും നല്ല ബീച്ച് വെയർ എന്തെങ്കിലുമൊക്കെ. സ്ഥലം ബീച്ച് റിലേറ്റഡ് സംഭവമാണ്. പക്ഷെ നമ്മൾ ഈ മഴക്കാലത്ത് പോകുന്നത് കൊണ്ട് എല്ലാം നിങ്ങളെ പോലെ തന്നെ നമ്മൾ വെയിറ്റിംഗ് ആണ്. അവിടെ പോയാൽ എന്ത് സംഭവിക്കും, നമുക്ക് എങ്ങനെയായിരിക്കും നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുക, അവിടെ നല്ല മഴയായിരിക്കുമോ. ഇപ്പോഴത്തെ ഒരു അറിവ് വെച്ചാൽ അവിടെ മഴയില്ല ഇപ്പോൾ. ഇനി മറ്റേ കഷ്ടകാലക്ക് ഈ സമയം കൊടകമൽക്കോ പാമ്പ് കൊത്താഹേന്നല്ലേ. അതുകൊണ്ട് നമ്മളായി പോണതോണ്ട് ഇനി മഴയാവുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതെല്ലാം ഞാൻ നന്നായിട്ട് വ്ളോഗ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റുഡിയോ എത്തിയിട്ട് കാണാം. നമ്മൾ വന്നത് കണ്ണൂർ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. ഞാൻ സ്റ്റുഡിയോയിൽ വരുമ്പോൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് കണ്ട് ഫെമിലിയർ അല്ലാത്ത ഒരു പാറ്റേൺ ഡ്രസ്സ് എടുക്കണം എന്നാണ് എപ്പോഴും ഞാൻ വിചാരിക്കാറുള്ളത്. കാരണം ഈ സ്റ്റുഡിയോയും ട്രെൻഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തമ്മിൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇത് സ്റ്റുഡിയോ ആണല്ലോ. അങ്ങനെ ഒരുപാട് വൈറൽ ആവാത്ത ഒരു പാറ്റേൺ ഏതെങ്കിലും എടുത്തിട്ട് വരാമെന്ന് വെച്ചിട്ടാണ്. ട്രയൽ റൂമിൽ അപ്പൂന് കേട്ടില്ലല്ലോ, ഞാൻ കുറച്ച് പിക്സ് എടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് ഔട്ട്ഫിറ്റ്സ്. ഇനി അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കും. കുറച്ചിട്ട് നോക്കി 2 ഔട്ട്ഫിറ്റ് ഇഷ്ടമായി. സൈസിന്റെ ചെറിയ പ്രശ്നമുണ്ട്. അതൊന്ന് പോയിട്ട് വേറെ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്. വേഗം പോയി അപ്പനെ കണ്ടിട്ട് വരട്ടെ. ഓക്കെ. ഫസ്റ്റ് തന്നെ സൈസിന്റെ ഒരു പ്രശ്നം വന്നു. പിന്നെ ഞാനത് കണ്ടുപിടിച്ചെടുത്തപ്പോഴത്തേന് ഞാനതിന് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പൂന് നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുത്തു. എനിക്ക് 2 ഔട്ട്ഫിറ്റ്സ് ആണ് അവിടുന്ന് ഞാൻ സെറ്റ് ചെയ്ത് എടുത്തത്. ഇനിയിപ്പോൾ ഏതായാലും ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമുക്ക് കമ്മിങ് വീഡിയോസിലൊക്കെ ആ ഡ്രസ്സ് ഇട്ടിട്ട് സുന്ദരിയായിട്ടാണ് കാണാം. അങ്ങനെ നമ്മളെ സ്റ്റുഡിയോയിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. അത്ര ഭയങ്കര കളക്ഷൻസ് ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ച കുറെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. അത് നിനക്കാട്ടോ കൂടുതലെടുത്ത്. എനിക്ക് 2 ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. അപ്പോൾ ഇനി മാക്സിലും കൂടെ ഒന്ന് കയറി നോക്കണം. അതിന്റെ മുന്നേ നമുക്ക് പുറത്ത് മാത്രം ഇട്ടാൽ പോരല്ലോ, അകത്ത് വിടണമല്ലോ. എനിക്ക് കുറച്ച് ഇന്നേഴ്സ് പരിപാടികൾ വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മളിവിടെ കണ്ണൂരുള്ള ബ്ലോസത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് പോയി വാങ്ങിച്ചിട്ട് വരാം. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ലേ, ഞാൻ പോയി എടുത്തിട്ട് വരാം. പുള്ളി പോകുന്നുണ്ട്. ഇവിടെ ഈ ഷോപ്പിംഗും കഴിഞ്ഞിരിക്കുന്നു. ഈ കാര്യമായ ഷോപ്പിംഗ്സ് അങ്ങനെ പറയാനൊന്നുമില്ല. ഇനി എനിക്കൊരു സാധാരണ മഴയത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ചെരുപ്പ് വാങ്ങിക്കണം. എന്തെങ്കിലും ഒരു റബ്ബറിൻ്റെ ഒരു പ്രോസെന്നോ വല്ല ക്രൂസെന്നോ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ക്രോക്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഏതെങ്കിലും സാധനം വാങ്ങിക്കണം. അതാണ് എൻ്റെ നെക്സ്റ്റ് പരിപാടി. അപ്പം ഇന്ന് സമയമില്ല. അപ്പൂന് എവിടെയോ പോകാനുണ്ട്. വെളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വെച്ചു അപ്പൂന് എവിടെയോ പോകുന്നത്, ആരൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി ഞാൻ ഇതാക്കുമ്പോൾ. പിന്നെ ഈ ബ്ലോസത്തിൽ കയറിയ സമയത്ത് ഞാൻ ബ്ലോസത്തിൻ്റെ അത്ര വലിയ ഫാനല്ല. ഐ ഡോ നോ വൈ. പക്ഷെ ഞാൻ അത് നമുക്ക് ഈ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറയുന്ന പോലെ ഈ ഗേൾസ് ക്യാൻ റിലേറ്റ്. എനിക്ക് വി സ്റ്റാറിൻ്റെ ആളാണ് ഞാൻ. ചെറുപ്പം തൊട്ടേ ടീനേജ് പ്രായം തൊട്ടേ നമ്മൾ ഈ ഇന്നർ വെയേഴ്സൊക്കെ ഓവറായിട്ട് ഉപയോഗിക്കുന്ന സമയം, അതായത് നോർമൽ ഇതല്ല, നമ്മൾ മുകളിലേക്കൊക്കെ ഉപയോഗിക്കേണ്ട പ്രായമാകുമ്പോൾ തന്നെ എൻ്റെ അമ്മ എനിക്ക് വി സ്റ്റാറിൻ്റെ ആണ് വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ വി സ്റ്റാറിൻ്റെ ആളാണ്. ഞാൻ ആദ്യമായിട്ടൊന്ന് ഇവിടുത്തെ വി സ്റ്റാർ എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടും ലൊക്കേഷനൊന്നും ഇട്ടില്ല. നമ്മുടെ ഈ സ്റ്റുഡിയോൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബ്ലോസം കണ്ടപ്പോൾ ഞാൻ വെച്ച് വന്നാൽ പിന്നെ ബ്ലോസത്തിൽ നിന്ന് വാങ്ങിക്കാമെന്ന് അങ്ങനെ വാങ്ങിച്ചു.
കുഴപ്പമില്ല, സൈസിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്ന സാധനം അവിടെ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ എന്ന് വെച്ചിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനം വാങ്ങിച്ചു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇനി ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. ഒരു ഹാഫ് ആൻ അവർ, കാറിലൊക്കെ പോകുമ്പോൾ ഹാഫ് ആൻ അവർ, ബസ്സിലൊക്കെ ആണെങ്കിൽ 45 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനൊക്കെ കൂടുതൽ സമയം. അപ്പോൾ ഒന്ന് എന്തെങ്കിലും സംസാരിച്ചപ്പോൾ നല്ല റോഡാണെങ്കിൽ അതിന് കാറ് കയറിയാലേ വീഡിയോ എടുക്കൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കില്ല, വീട്ടിൽ നിന്ന് സംസാരിക്കില്ല, പുറത്തുനിന്ന് സംസാരിക്കില്ല. വീട്ടിൽ നിന്ന് ഇനി ട്രിപ്പിൽ പോകുമ്പോൾ നമ്മൾ പോകുന്ന ട്രിപ്പിന് അപ്പു ആണ് വ്ളോഗർ കേട്ടോ. അമ്മീ ബസ് കൊണ്ടേ മൂട്ടുകുത്തല്ലേ. അപ്പു ആണ് വ്ളോഗിങ് ചെയ്യുന്നത്. ഞങ്ങള് ഇതിന് പോയത് എന്തിനാണ്, നമ്മളെ ഹണിമൂൺ നമ്മളെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലൊക്കെ പോയത്. നമ്മുടെ ചാനലിൽ പണ്ടത്തെ വീഡിയോയിലൊക്കെ അത് കാണാൻ പറ്റും. നമുക്ക് അന്ന് വ്ളോഗ് എടുക്കാനൊന്നും അറിയില്ല. അന്നൊക്കെ എത്ര സംഭവം അവിടെ നിന്ന് എടുക്കായിരുന്നു എന്നറിയോ. പക്ഷെ ഞങ്ങൾക്ക് അന്ന് അതിനുള്ളൊരു ചാനൽ തുടങ്ങണം, ചാനലിൽ വീഡിയോ ഇടണം, അങ്ങനത്തെ ചാനലൊന്നും ഇല്ല അന്ന്. അതുകൊണ്ട് ചാനൽ ഇല്ലല്ലോ. ചാനൽ ഉണ്ടാ പോകുമ്പോ ആണോ എനിക്കറിയില്ല. അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു വൈബൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ദൈവം സഹായിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നല്ല വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഫുൾ ബ്ലോക്ക് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ സിഗ്നൽ അങ്ങനെ. അപ്പം എന്തായാലും നമ്മൾ പോട്ടെ. ഇതാണ് നമ്മുടെ ഷോപ്പിംഗ്. കഴിഞ്ഞിട്ടില്ല, ഇനി നാളത്തെയും കൂടി ഞാൻ ഇതിൽ കുത്തിക്കയറ്റും. എന്നിട്ട് ഒരു ഷോപ്പിംഗ് ബ്ലോഗ്. ഓക്കെ അപ്പോൾ ഓക്കെ. പറഞ്ഞ വാക്കൊന്ന് മാറിപ്പോയി. അരമണിക്കൂർ എന്നിട്ട് അരമണിക്കൂറിൽ എത്തുമെന്ന് വിചാരിച്ചിട്ട് അരമണിക്കൂർ എത്തിയില്ല. നമ്മളിവിടെ അരമണിക്കൂറായിട്ട് നമ്മൾ ബ്ലോക്കിലാണ്. ഇപ്പോ നമ്മൾ എവിടെ എത്തി? നമ്മള് വളപട്ടണം എത്തുന്നേ ഉള്ളൂ. ഇനി വളപട്ടണത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ വീട്ടിലേക്ക് ഉണ്ട്. അപ്പൊ നമുക്കിങ്ങനെ ബ്ലോക്കിലൊക്കെ നിന്ന് പോവാം. അങ്ങനെ ബ്ലോക്കിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും മഴ പൊടിയാൻ തുടങ്ങി. ഈ വളപട്ടണം പാലത്തിൽ കൂടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒന്നാമത് ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്കൈ ഒക്കെ കാണാൻ വേറെ തന്നെ ഒരു വൈബ്, നല്ല രസമാണ്. ഒരു സൺസെറ്റ് വൈബൊക്കെ ഉണ്ട്. അപ്പം ഹലോ ഗായ്സ്, അപ്പോൾ ഇത് വേറെ ദിവസമാണ് കേട്ടോ, നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഭയങ്കര ലേറ്റായിട്ട് വന്ന് പിന്നെ ഒന്നും നടന്നില്ല. ഇന്നലെ ഞാൻ ജിമ്മിലും കൂടെ പോയില്ല, അപ്പോൾ എന്നെ കൂട്ടാണ്ട് പോയി. കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ ജിമ്മിൽ ഫുൾ ബോയ്സ് മാത്രമേ ഉണ്ടാവുക. അതുകൊണ്ടല്ല, എന്നാലും എനിക്ക് അത്ര ഒരു കൺവീനിയൻസ് ഉണ്ടാവില്ല. അവരിങ്ങനെ ഭയങ്കര ബോഡിയൊക്കെ കാണിച്ച് ഭയങ്കര അവർക്കൊരു ഡിസ്കംഫർട്ടായിരിക്കും ആ സമയത്ത് നമ്മൾ പോകുമ്പോൾ. നമുക്കും ഒരു ഡിസ്കംഫർട്ടായിരിക്കും ആ സമയത്ത് പോകുമ്പോൾ. അതുകൊണ്ട് അപ്പോൾ എന്നെ കൂട്ടാണ്ട് പോയി, ലേറ്റായിട്ട് പോയി. അങ്ങനെ ഇന്നലത്തെ കാര്യം കഴിഞ്ഞു. പിന്നെ ഭയങ്കര മഴയായിരുന്നില്ലേ, അതാ വന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയേക്കാണ്. എനിക്ക് 2 സാധനം കൂടെ വാങ്ങിക്കാനുണ്ട്. കിട്ടുമോ ഇല്ലേന്ന് അറിയില്ല, പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എത്ര വർഷം പഴക്കമുള്ളതാ അപ്പു? ഇതെനിക്ക് അപ്പു പണ്ട് എടുത്തു തന്ന ഡ്രസ്സാട്ടോ. പാൻ്റല്ല, ഈ ഒരു ഹുഡി പഴയതാ. ഒരു 3 വർഷമൊക്കെ പഴക്കമുണ്ടാവും ഇല്ലേ? 3-4 വർഷം പഴക്കമുള്ളൊരു സാധനമായത്. പണ്ട് പ്രണയകാലത്ത് എനിക്ക് എടുത്തന്ന. അപ്പൊ ഞാൻ അപ്പൊ എന്തെങ്കിലും എടുത്തരും, ഞാൻ വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയും. 2021-22 എടുത്തതായിരിക്കും മേ ബി. 22-21 ഇന്ന് ഡ്രസ് വേണം. ഇപ്പൊ എല്ലാം മേടിക്കും. അപ്പൊ ഞാനിങ്ങനെ പറയും വേണ്ട എനിക്കൊന്നും വേണ്ട. ഇവങ്ങനെ പറയും ഇതെല്ലാം എടുത്തോ. അന്നും ഇങ്ങനെ വാങ്ങിത്തരാനും അന്നും മടിയൊന്നുമില്ല, നല്ല മോനായിരുന്നു. അപ്പു ഇപ്പൊ കല്യാണം കഴിച്ചപ്പോ അപ്പു കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അപ്പു പറയുന്നത്. കല്യാണത്തിന്റെ സമയത്ത് അപ്പു സ്വന്തമായിട്ട് കല്യാണം കഴിച്ച ആളാണ്. ഒരാളും അപ്പുവിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അതായത് പുറത്തുനിന്ന് പൈസ മേടിച്ചിട്ടില്ല. ഒന്ന് തള്ളട്ടെ ഇതിനെ കുറിച്ച്. തള്ളല്ല കേട്ടോ. അപ്പു നമുക്കിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ തരില്ലേ, ഇങ്ങനെ കല്യാണം പ്രമാണിച്ച് പൈസ തരും, അതുപോലെ സ്വർണം തരും, അങ്ങനെയൊക്കെ തരില്ലേ. അപ്പു ഒന്നും മേടിച്ചിട്ടില്ല, ആരെ കയ്യിൽ നിന്ന് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പു സ്വന്തമായിട്ടാണ് കല്യാണം കഴിച്ചത്. തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായിരുന്നു അപ്പൂന്റെ മനസ്സിൽ നിന്ന് തോന്നുന്നു. ആർക്കും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി അപ്പു മേടിക്കാണ്ടാണ് കല്യാണം കഴിച്ചത്. അപ്പൊ കുറച്ച് ലോൺ ഉണ്ട്. ഇവര് കാറിന്റെയും വീട് എടുത്ത സമയത്തൊക്കെ കുറച്ച് ലോൺ ഉണ്ട്. ഓൾമോസ്റ്റ് തീർന്നു. ഇനി കുറച്ചും കൂടി ഉണ്ട്. നമ്മളത് വേഗം തീർക്കും. അപ്പോൾ അതാണ് അപ്പൊ പറയുന്നത്. കല്യാണം കഴിഞ്ഞപ്പോ പാപ്പരായി എന്നല്ലാണ്ട് ഞാൻ വന്നിട്ടൊന്നുമല്ലേ. നിങ്ങളെ വീട്, നിങ്ങളെ വണ്ടി, നിങ്ങളെ ലോണ് നിങ്ങൾ അടയ്ക്കുക.
ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ക്രോക്സിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെരുപ്പ് വേണമെന്നുണ്ട് കേട്ടോ. അപ്പൊ അപ്പു എന്നോട് പറഞ്ഞു നീ ക്രോക്സ് തന്നെ വാങ്ങിച്ചോ, അതിന്റെ ആഗ്രഹമല്ലേ. അപ്പൊ പക്ഷെ എനിക്ക് അത്ര പൈസന്റെ ചെരുപ്പൊന്നും എനിക്ക് വേണ്ട, എനിക്ക് സാധാരണ ഒരു 500 രൂപേൻ്റെ എന്തെങ്കിലും സാധനം മതി. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പ്രോസ് ഉണ്ടല്ലോ, പ്രോസ് പോയിട്ട് നമുക്ക് ഒരു ചെരുപ്പ് എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വന്നേക്കാണ് കേട്ടോ. ഹലോ, അങ്ങനെ നമ്മളെ സാധനം വാങ്ങിച്ചു കേട്ടോ. കുറെ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു പ്രോസ് വാങ്ങണമെന്ന്. അങ്ങനെ ഒരു പ്രോസ് വാങ്ങി. ഞാൻ വിചാരിച്ച സാധനം അവിടെ ഇല്ല. പിന്നെ ഇത് എന്റെ സൈസ് അല്ല, ഇത് 7 സൈസാ കിട്ടിയത്. എനിക്ക് 6 വേണ്ടു. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച് 7 എടുത്തിട്ട് വന്നു. അപ്പൊ എനിക്ക് 2 ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു 2 എടുത്തോന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ച് വേണ്ട, എനിക്ക് വേറെ വാങ്ങാനുണ്ട്. ഇത് വേണ്ട, വേറെ എനിക്ക് വേറെ മഴക്കാലല്ലേ, അപ്പൊ മഴക്കാലത്ത് ഇടാൻ പറ്റുന്ന ചെരുപ്പ് വേണ്ടേ. ഒരു 10-200 രൂപേന്റെ ചെരുപ്പേ വേണ്ടു. അത് എവിടെന്നെങ്കിലൊക്കെ വാങ്ങിക്കണം. ഇപ്പൊ നമ്മൾ പോകുന്നത് ഇനി ട്രെൻഡ്സിലേക്കാണ്. ട്രെൻഡ്സ് അതിപ്പെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ നീ. മുടി മുറിച്ചത് പൊട്ടർ പോലെ നീ. എനിക്ക് ഈ ഒരു ഹെയർ കട്ട് എനിക്ക് തോന്നിയില്ല, എനിക്ക് അത്ര ചേരുന്നുണ്ട്. ഞാൻ മറ്റേ പൊന്നുമടത്തിൽ ലക്ഷ്മിക്കുട്ടി ആയാലും വൃത്തിക്കാണ് ഫ്രിഞ്ചസ് ഒക്കെ ഇട്ടത്. ഇപ്പൊ എന്തോ ആയിപ്പോയി. ഓക്കെ, അപ്പൊ നമ്മൾ ട്രെൻഡ്സിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ട്രെൻഡ്സിൽ എത്തിയിട്ടുണ്ട്. നല്ല മഴയാന്ന് തോന്നുന്നു. പുറത്തെന്താ ഇങ്ങനെ വെള്ളം വീഴുന്ന വെച്ചാൽ എന്താ അറിയില്ല. അപ്പു ഇവിടെ അപ്പുവിന്റെ ഡ്രൈവിംഗ് സ്കിൽസ് മൊത്തം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എന്തിനാ ട്രെൻഡ്സിൽ വന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ എപ്പോഴും അപ്പുവിനോട് പറഞ്ഞു എനിക്ക് ട്രെൻഡ്സിൽ കയറണം എന്ന്. ഇനിയിപ്പോൾ ട്രെൻഡ്സിൽ കയറിയിട്ട് എന്താ വാങ്ങണ്ടേന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും കണ്ടാൽ നമുക്ക് വാങ്ങിക്കാം, ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാം. ഡ്രസ്സല്ല, എനിക്കൊരു ഡെനിം സ്കേർട്ട് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഒരു ഡെനിം സ്കേർട്ട് കിട്ടിയാൽ ഐ വിൽ ബി ഹാപ്പി. അതർവൈസ് ഐ വിൽ ബൈ എ ജീൻ. അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ടോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എടുക്കും. ഇവൻ എന്നെ പൊന്നുമടത്ത് ലക്ഷ്മിക്കുട്ടീന്ന് വിളിക്കുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ. പക്ഷെ എന്നാലും ഞാൻ ക്യൂട്ട്നെസ്സാണ് വിചാരിച്ചേ. പോയിട്ട് വരാം. എല്ലാവരും പുറത്ത് ചെരുപ്പ് ഊരിയിട്ടത് കണ്ടു. അപ്പൂന് ഊരാൻ മടി, അതുകൊണ്ട് അപ്പു അവിടെ തന്നെ നിൽക്കാം. സൈസില്ല എന്ത് ചെയ്യും? 34 ഉള്ള, പിന്നെ അല്ലെങ്കിൽ 36 ഒക്കെ. 34 ആയിക്കല്ലോ, ചേട്ടാവില്ല. 34 ഞാൻ താനെ കുട്ടിയോ. ചെറിയ രീതിയിൽ ലക്ഷ്മിക്കുട്ടിയാണല്ലോ. 30 മതി. 28 ആയിരുന്നു പണ്ട്, ഇപ്പൊ 30. ഷർട്ട് ആരെങ്കിലും ഷർട്ട് എടുത്താലോ? വേണ്ട, ഷർട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഔട്ട്ഫിറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ പട്ടി ഷൂ കാണിക്കാൻ വേണ്ടി നിൽക്കുവാണ്. എൻ്റെ ബാക്കിൽ കൂടെ പോകുന്ന ആൻറ്റി എന്നെ നോക്കുന്നുണ്ട്, ഈ കുട്ടി എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതെന്ന് വെച്ച്. ബട്ട് സെക്യൂരിറ്റി എപ്പോഴാണ് എന്നെ പിടിച്ച് പുറത്താക്കാൻ അറിയില്ല. സെക്യൂരിറ്റി കുറേ സമയം എന്നെ നോക്കി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈസ്തറ്റിക് 2 ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. ഓക്കെ, നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ കേട്ടാ. ഇനി ഒന്നും വാങ്ങാനില്ല. ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ചപ്പോൾ അപ്പു എന്നോട് പറഞ്ഞു എനിക്ക് വിശപ്പ് മാറാൻ അപ്പം പൊള്ളിച്ചതും ഒന്നുമില്ല, ചെമ്പൊക്കെ കഴുകി വെച്ചിട്ടു ഞാൻ. അതുകൊണ്ട് അപ്പം പൊള്ളിച്ചതും ഷവായും തന്നെ വന്നതാ. നമ്മള് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പൊള്ളിച്ചതും ഷവായയാണ്. പക്ഷെ ഇവരെനിക്ക് അൽഫാം തന്നെയാണ് തന്നതെന്ന് തോന്നുന്നു. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഷവായ ഇങ്ങനെയല്ല, പക്ഷെ ഈ നാട്ടിലെ ഷവായ ഇനി ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സംഭവം എന്താണെങ്കിലും ഒന്നും പറയാനില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഇഷ്ടമാണ് അപ്പം പൊള്ളിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും കടയിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങി, അപ്പം പൊള്ളിച്ചത്. അങ്ങനെ 2 ദിവസം കൊണ്ട് എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊരു ഹാപ്പി എൻഡിങ് പോലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഈ വ്ളോഗ് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഭയങ്കര നോളേജബിൾ ആയിട്ടൊന്നും ഇതിനകത്തില്ല, ബട്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.